أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രഹസ്യ ജീവിതത്തിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീകളായി ജീവിച്ച് മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുവാനാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 63 തുടങ്ങിയ വചനങ്ങളാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ ദാസന്മാർ, അവരുടെ ഓരോരോ സവിശേഷതകൾ ഓരോ ഖുതുബയിലായി വിശദമായി നാം ചർച്ച ചെയ്തു വരികയാണ്. ഇന്ന് ആമുഖമായി ഓതി കേൾപ്പിച്ച 72-ാമത്തെ വചനം, അതിന്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം ചർച്ച ചെയ്തത്. വല്ലദീന ഇബാദുർ റഹ്മാൻ, യാതൊരു വിഭാഗമാണ് ലാ യശ്ഹദൂന സൂർ, അതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഖുതുബയുടെ ചർച്ചാ വിഷയം. അതേ ആയത്തിൽ തന്നെ അവരുടെ മറ്റൊരു സവിശേഷതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാം. വഇദാ മർറൂ, അവർ നടന്നാൽ, സഞ്ചരിച്ചാൽ, ബില്ലഗ്വി, ലഗ്വിനരികിലൂടെ, മർറൂ കിറാമ, മാന്യന്മാരായ നിലയിൽ അവർ നടന്നു പോകുന്നതായിരുന്നു. അപ്പോൾ ഒരു ലഗ്വിനരികിലൂടെ അവർക്ക് നടക്കേണ്ടി വന്നാൽ, സഞ്ചരിക്കേണ്ടി വന്നാൽ, ആ ലഗ്വിന് എതിരെ അവരുടെ നിലപാട് ഏറ്റവും മാന്യമായ നിലപാടായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിന്റെ സവിശേഷതയായി ഇവിടെ പറയുകയാണ്. എന്താണ് ലഗ്വ് എന്ന് പറഞ്ഞാൽ? ഫലമില്ലാത്തത്, ഉപയോഗശൂന്യമായത്, ദുർബലമായ, അതല്ലെങ്കിൽ പാഴ്വാക്ക്, അധിക പ്രസംഗം, നിരർത്ഥക ഭാഷണം, അനാവശ്യ സംസാരം, ഇതൊക്കെയാണ് ലഗ്വ് എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം. അഥവാ കാര്യമില്ലാത്തതും പ്രയോജനമില്ലാത്തതുമായ എല്ലാ സംഗതികളും, അത് വാക്കാകട്ടെ, പ്രവൃത്തിയാകട്ടെ, മറ്റേതെങ്കിലും സംഭവങ്ങളാകട്ടെ, അതെല്ലാം ലഗ്വിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അഥവാ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, അനാവശ്യമായതും ധാർമ്മിക നിലവാരം താഴ്ത്തിക്കളയുന്നതും ന്യായവിരുദ്ധമായതുമായ കാര്യങ്ങളെല്ലാം ലഘുവ് തന്നെയാണ്. മഹാനായ ഇമാം അബ്ദുൽ ഹഖ് അദ്ദഹ്ലവി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഇന്നത്തെ നൃത്തം, നാടകം, സിനിമ തുടങ്ങിയ കലാവിനോദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ തോന്നിയാസങ്ങളും, അതുപോലെ തന്നെ അവിശ്വാസികളായ ജനങ്ങളുടെ പലതരം ഉത്സവാദി കോലാഹലങ്ങൾ, അതുപോലെ തന്നെ ബിദ്അത്തുകാർ, മതത്തിൽ പുത്തനാശയങ്ങൾ കടത്തിക്കൂട്ടുന്ന ബിദ്അത്തുകാരുടെ പല ചടങ്ങുകളും
കാര്യങ്ങൾക്കരികിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ മാന്യന്മാരായ നിലയിൽ ഇബാദുർ റഹ്മാൻ നടന്നു പോകുമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താ? ആ ലഹവിലൊന്നും അവർ പങ്കെടുക്കുകയില്ല, അതിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കുകയില്ല, അതിലേക്ക് അവർ ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയില്ല. മാത്രവുമല്ല, അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രതിഷേധപൂർവം ആ ലഹവിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവരാണ് ആര്? ഇബാദുർ റഹ്മാൻ. വിശുദ്ധ ഖുർആൻ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഒരു സവിശേഷതയായി ഖുർആനിന്റെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിന്റെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. വൈദാ സമിഉൽ ലഹവ അഅറദു അൻഹു വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. വൈദാ സമിഉ അവർ കേട്ടാൽ അല്ലഹുവ വ്യർത്ഥമായ കാര്യങ്ങൾ കേൾക്കാൻ അവർ ഇടവന്നാൽ അഅറദു അൻഹു അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുന്നതായിരിക്കും. എന്ന് മാത്രമല്ല, വഖാലു അവർ പറയുകയും ചെയ്യും ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മം, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ലഘുവിൽപ്പെട്ട അനാവശ്യമായ ആർക്കും ഉപകാരമില്ലാത്ത ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ കൂടെ കൂടാൻ ഞങ്ങളില്ല, ഞങ്ങൾ അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മം. സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സലാം, ലാ നബ്തഗിൽ ജാഹിലീൻ ഞങ്ങൾക്ക് ജാഹിലീങ്ങളെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാം. ഖുർആനിന്റെ 7-ാം അധ്യായം 199-ാമത്തെ വചനം. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅരിദ് അനിൽ ജാഹിലീൻ. പ്രവാചകനെ ജാഹിലീങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ ഉപദേശിക്കുകയാണ്. നബി എത്ര ആളുകൾക്കുണ്ട് ഈ ഗുണം? നമ്മിൽ പല ആളുകളുടെയും അവസ്ഥ എന്താണ്? നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ വേണ്ടുന്നതിലും വേണ്ടാത്തതിലും ആവശ്യത്തിലും അനാവശ്യത്തിലും സകലമായ കാര്യങ്ങളിൽ പോയി കൂടിക്കൊടുക്കുന്ന തലയിട്ട് കളയുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളിലും ഉള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നതിന്റെ ലക്ഷണമാണ് തനിക്ക് ആവശ്യമില്ലാത്ത ഉപകാരമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക എന്നുള്ളത്. നാം ചെയ്യുന്ന, നാം പറയുന്ന, നാം പ്രവർത്തിക്കുന്ന, നാം ഇടപെടുന്ന ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ പ്രവൃത്തി കൊണ്ട് ഒന്നുകിൽ എനിക്ക് ഗുണമുണ്ടാകണം, ഇല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ഗുണമുണ്ടാകണം, അതല്ലെങ്കിൽ എന്റെ സമൂഹത്തിന് ഗുണമുണ്ടാകണം. ആർക്കും ഗുണമില്ലാത്ത, തന്നെ ബാധിക്കാത്തൊരു വിഷയത്തിൽ കിടന്ന് കൂടെ കൂടികളായി നമ്മൾ മാറാൻ പാടില്ല. പ്രവാചകൻ പറയാണ്, തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക, വിട്ടുകളയുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നതിന്റെ ലക്ഷണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മുടെ ഒരു ദിവസം നമ്മളൊന്ന് പരിശോധിക്കുക. ഒരൊറ്റ ദിവസം എന്തെല്ലാം നമ്മൾ കണ്ടു, എന്തെല്ലാം നമ്മൾ കേട്ടു, എന്തെല്ലാം നമ്മൾ പ്രചരിപ്പിച്ചു, എന്തെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഫോണിലേക്ക് വന്ന സംഗതി, അതിന്റെ നിജസ്ഥിതി അറിയാതെ എത്ര ആളുകളിലേക്ക് നാം അത് ഫോർവേഡ് ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കഫാ ബിൽ മർഇ ഇസ്മൻ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ പാപിയാകാൻ എന്തു മതി? അവൻ ഒരുപാട് വലിയ പാപങ്ങൾ ചെയ്യണമെന്നില്ല, വൻ പാപങ്ങൾ ചെയ്യണമെന്നില്ല. ഒരാൾ പാപിയായി തീരാൻ അവൻ കേട്ടതെല്ലാം പറഞ്ഞാൽ മാത്രം മതി. എന്തെല്ലാം അവൻ കേൾക്കുന്നുണ്ടോ അതെല്ലാം അവൻ ഇങ്ങനെ പ്രചരിപ്പിക്കുക. തന്നിലേക്ക് വരുന്ന വാർത്തയുടെ നിജസ്ഥിതി അറിയാതെ അതെല്ലാം ഇങ്ങനെ പറഞ്ഞു നടക്കുക, പ്രചരിപ്പിച്ചു നടക്കുക. ഇതെല്ലാം ഒരു മനുഷ്യൻ പാപിയായി തീരാൻ എമ്പാടും മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് നമ്മൾ പോയി ഇരിക്കുന്നത്? ഏതെല്ലാം സദസ്സുകളിലാണ് നാം ഓരോരുത്തരും നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്നത്? മോശമായ ഒരു സദസ്സ് കണ്ടാൽ ഞാൻ ആ
നമ്മുടെയൊക്കെ മക്കൾ എന്തിന് നമ്മൾ തന്നെ ഓരോ ദിവസവും നാം മുഴുകിക്കൊണ്ടിരിക്കുന്ന ലഘുവ് കയ്യും കണക്കുമില്ലാത്തതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ വഹ്ദതു ഖൈറു മിൻ ജലീസി സൂഇ. ചീത്ത കൂട്ടുകാരനേക്കാൾ നിനക്ക് നല്ലത് ഏകാന്തതയാണ്. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. ചീത്ത കൂട്ടുകാരനെ നാം ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോ, ഒരു ഫംഗ്ഷന് പോകുമ്പോ, ഒരു സദസ്സിൽ പോയിരിക്കുമ്പോ അവിടെ മോശമായ സംഗതികളാണെങ്കിൽ അതിന് ഇരുന്നു കൊടുക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടവരല്ല ഒരു വിശ്വാസി. പ്രവാചകൻ പറയുന്നത് അൽ വഹ്ദതു ഖൈറു മിൻ ജലീസി സൂഇ. ചീത്ത കൂട്ടുകാരനേക്കാൾ നല്ലത് ഏകാന്തതയാണ്. വൽ ജലീസു സ്വാലിഹു ഖൈറു മിനൽ വഹ്ദ. ഏകാന്തതയേക്കാൾ നല്ലത് നല്ല ഒരു കൂട്ടുകാരൻ ഉണ്ടാവുക എന്നതാണ്. വ ഇംലാഉൽ ഖൈരി ഖൈറു മിനസ് സുകൂതി. നല്ലത് പറയലാണ് മൗനത്തേക്കാൾ നല്ലത്. വസുകൂതു ഖൈറു മിൻ ഇംലാഇ ശരി. മൗനമാണ് ചീത്ത സംസാരത്തേക്കാൾ നല്ലത്. എന്തെല്ലാം നമ്മൾ സംസാരിക്കുന്നു, എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു, ഹറാമാണോ ഹലാലാണോ, നന്മയാണോ തിന്മയാണോ, സത്യമാണോ അസത്യമാണോ, ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ, ഉപകാരമുള്ളതാണോ ഉപദ്രവമുള്ളതാണോ, നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇന്ന് എല്ലാ തിന്മകളും നന്മകളായി സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുൻഗാമികളായ പ്രവാചകന്റെ സ്വഹാബത്ത് അവർ ഒരുമിച്ച് കൂടിയത് നന്മ പറയാനാണ്. അവർ ഒരു സദസ്സിൽ ചെന്നിരുന്നത് അവരുടെ ആത്മീയത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ അവസ്ഥ എന്താ? എവിടെയാണ് പള്ളികളിൽ ആളുകൾ കൂടുന്നുണ്ടോ? ഖുർആൻ ക്ലാസുകൾ എല്ലാ ഞായറാഴ്ചയും സുബഹി നമസ്കാരാനന്തരം ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. ആള് കൂടുന്നുണ്ടോ? ഒരു ഗാനമേള ഉണ്ട് എന്ന് പറഞ്ഞാൽ, മറ്റേതെങ്കിലും വിനോദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഭൗതികമായ അനാവശ്യമായ എന്തിനേറെ ഏതെങ്കിലും ഒരു മോഡിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സിനിമാ താരമാകട്ടെ, ക്രിക്കറ്റ് താരമാകട്ടെ, അതല്ലെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തുറന്നിട്ടുകൊണ്ട് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പെണ്ണാണ്, ഒരു നടിയാണെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളും പ്രായമുള്ളവരുമടക്കം ആളുകൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുന്ന സദസ്സ് നന്മയുടെ സദസ്സല്ലാതായി മാറുകയാണ്. എവിടെയെല്ലാം ലഘുണ്ടോ അവിടെയെല്ലാം ഇത് ആൾക്കൂട്ടമാണ്. എന്നാൽ മുൻഗാമികൾ നേരെ തിരിച്ചായിരുന്നു. അവർ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളോ പാർക്കുകളിൽ, മാളുകളിൽ, അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ, രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ, അതല്ലെങ്കിൽ രാത്രി കച്ചവട സ്ഥാപനങ്ങൾ തുറന്നിരിക്കുന്ന ആ കച്ചവട സ്ഥാപനങ്ങളിൽ രാത്രി സമയം സഞ്ചരിക്കുന്ന ആളുകൾക്കറിയാം, ഇന്ന് നന്മ പറഞ്ഞാൽ കേൾക്കാൻ സമൂഹം തയ്യാറല്ല. ചെയ്യരുത്, ലഘുവാണ്, തെറ്റാണ്, അത് അനാവശ്യമായതാണ്, പാടാണ്, ഉപകാരമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ ഇന്ന് ആളുകൾ തയ്യാറല്ല. കാരണം എന്താ? എല്ലാവർക്കും വേണ്ടത് അടിച്ചു ഒരു ജീവിതമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. നല്ല മനസ്സിന്റെ ഉടമകളെ നമുക്കിന്ന് കാണാൻ കഴിയും. ഇന്ന് നേരം വെളുത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ ജുമാക്ക് വന്നിരുന്ന സമയത്തിനുള്ളിൽ മനസ്സുകൊണ്ട് ചിന്തിച്ച, മനസ്സിൽ ഓർത്തെടുത്ത ഏതെല്ലാം നന്മകൾ ഉണ്ടായിരുന്നു? പ്രവാചകർ പറയുക, ഹുസ്നുൽ ളന്നി മിൻ ഹുസ്നിൽ ഇബാദ. നല്ലത് വിചാരിക്കൽ ഒന്നാം തരം ഇബാദത്തിൽപ്പെട്ടതാണ്. എന്തെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വരുക്കൂട്ടുന്നു. ഇന്ന് കൗമാരക്കാരുടെ മക്കളുടെ അവസ്ഥ എടുത്തു നോക്കിയാൽ അവർ എന്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നു? ഒരു അമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടപ്പുണ്ട്, കഴുത്ത് മുറിഞ്ഞിട്ട്. എന്താ സംഭവിച്ചതറിയോ? എന്താ സംഭവിച്ചത്? മകൻ തന്റെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ഫയർ എന്ന പേരുള്ള ഒരു ഗെയിം. ഏതെല്ലാം തരത്തിലുള്ള ഗെയിമുകളാണ് കുട്ടികളോട് ചോദിച്ചാൽ അവർ തന്നെ പേര് പറയും. ആ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവന്റെ ഫോണിൽ നെറ്റ് തീർന്നു. അമ്മയോട് റീചാർജ് ചെയ്താൽ ആവശ്യപ്പെട്ടു, അമ്മ ചെയ്തു കൊടുത്തില്ല. അമ്മയുടെ ഫോൺ ചോദിച്ചു, അമ്മ കൊടുത്തില്ല. അമ്മ കിടന്നുറങ്ങിയപ്പോൾ കത്തിയെടുത്തുകൊണ്ട് അമ്മയുടെ കഴുത്ത് മുറിച്ച് ആ അമ്മയുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. നമ്മുടെ മക്കൾ ഏർപ്പെടുത്ത മുഴുകിപ്പോയ ഏതെല്ലാം തരത്തിലുള്ള ലഘുവുകളുണ്ട് എന്ന് ഞാൻ ഇതിനോട് മറന്നു പോകാൻ പാടില്ല. നാം എവിടെ എത്തി നിൽക്കുന്നു? വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ. ഒരു ലഘു
നിഷേധപൂർവം എല്ലാ ലഹവിൽ നിന്നും തിരിഞ്ഞു നടക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധിപ്പിക്കുകയാണ്. ധാർമ്മികത നഷ്ടപ്പെട്ടു ജീവിതത്തിൽ നിന്ന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ എവിടെയാണ് സഹകരിക്കേണ്ടത്? അന്യോന്യം സഹകരിക്കണം. എവിടെ? പുണ്യത്തിന്റെ വിഷയത്തിൽ, തഖ്വയുടെ വിഷയത്തിൽ പരസ്പരം നിങ്ങൾ സഹകരിക്കുക. പാപത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ സഹകരിക്കാൻ പാടില്ല. അക്രമവും ശത്രുതയും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമുക്ക് സംശയം, പുണ്യമേത് പാപമേത്? പുണ്യമേത് പാപമേത്? മുമ്പൊക്കെ പാപമായി കണ്ടുകൊണ്ടിരുന്ന പല സംഗതികളും ഇന്ന് പാപമല്ലാതായി തീർന്നിരിക്കുന്നു. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലല്ല, പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ. മുമ്പ് ചെയ്യാതിരുന്ന പറയാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് പരസ്യമായി പറയുകയും ചെയ്യുകയും ചെയ്യുന്നു. എത്രത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരീരത്തിന്റെ നഗ്നഭാഗത്ത് അഥവാ ജനനേന്ദ്രിയത്തിൽ സ്വന്തം മകളെ കൊണ്ട് കളർ ചാർത്തി, സ്റ്റാച്ചു അടിച്ച്, പച്ചകുത്തി, പരസ്യമായി വസ്ത്രമില്ലാതെ നഗ്നയായി, പൂർണ്ണ നഗ്നയായി പബ്ലിക് പ്ലേസിൽ ഇറങ്ങി വന്ന് എന്നിട്ട് മക്കളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച്, വീഡിയോ എടുപ്പിച്ച് പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയുണ്ടായ അപകടങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ. ഇന്ന് എല്ലാവരും റീൽസിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കുന്നത് വരെ റീൽസ്. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് നിസ്കരിക്കുന്നത്? സുഖമില്ലാത്ത വാപ്പ ഇരുന്ന് നിസ്കരിക്കുന്നത് വരെ റീൽസ് എടുത്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക. ഖുർആൻ ഓതുന്ന റീൽസ്, പള്ളിയിൽ പോകുന്ന റീൽസ്, ദാനം ചെയ്യുന്ന റീൽസ്, ആളെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ട് എന്താ സഹോദരങ്ങളെ കാര്യമുള്ളത്? ഇനിയോ വേറൊരു വിഭാഗം, കഴിഞ്ഞ ദിവസം കാർ ആക്സിഡന്റ് ഉണ്ടായി. റോഡിന്റെ നടുവിൽ നിന്നുകൊണ്ട് ക്യാമറയുമായി റീൽസ് എടുക്കുന്നതിനിടെ ഒരു സഹോദരൻ മരണപ്പെടുകയാണ്. അടിച്ചു പൊളിക്കണം ജീവിതം. അവിടെ ആവശ്യമാണോ അനാവശ്യമാണോ, നന്മയാണോ തിന്മയാണോ എന്നൊന്നും നോക്കാൻ ആർക്കും നേരില്ല. പറയുന്നവരോട് പുച്ഛം. കാരണം തിന്മകൾ ചെയ്യുന്ന ആളുകൾ പെരുകി വരികയാണ്. ഇവിടെയാണ് ഒരു വിശ്വാസി മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞു ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബ്. നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. നന്മയും തിന്മയും തുല്യമാവുകയില്ല. എത്രത്തോളം ആ ചീത്തയുടെ പെരുപ്പം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, തിന്മയുടെ ആധിക്യം അഥവാ ഭൂരിഭാഗം ആളുകളും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു തിന്മ നന്മയായി പരിവർത്തിക്കപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തത്തോട് ചോദിച്ചാൽ മതി, പാപമേത് പുണ്യമേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു പുണ്യത്തെ പറ്റിയും പാപത്തെ പറ്റിയും. അവിടുന്ന് നൽകിയ മറുപടി അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. പുണ്യം എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. പാപം എന്ന് പറഞ്ഞാലോ വൽ ഇസ്മു മാ ഹാക ഫീ സ്വദിരിക. നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത്. വളരെ ക്ലിയറാ. ചെയ്യുമ്പോ വേണോ വേണ്ടേ, ചെയ്യണോ, മനസ്സിനൊരു ഇടങ്ങേറ്, അപ്പൊ സ്റ്റോപ്പ് ചെയ്തണം. പ്രവാചകൻ പറയാ, നിന്റെ മനസ്സിൽ ഇടങ്ങേറുണ്ടാക്കുന്നത്, നിന്റെ മനസ്സിൽ അസ്വസ്ഥമാക്കുന്നത്, ചെയ്യണോ ചെയ്യേണ്ട ഒരു പേടി തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു. അത് ജനങ്ങളിലേക്ക് എത്തുന്നത്, ജനങ്ങൾ അറിയുന്നത് നീ വെറുക്കുകയും ചെയ്യുന്നു. നമ്മൾ നിസ്കരിക്കുന്നത് മറ്റൊരാൾ കാണാൻ നമ്മൾ വെറുക്കണ്ടോ? ഇല്ല. ജനങ്ങൾ അറിയാൻ നീ ഇഷ്ടപ്പെടുന്നില്ല. ജനങ്ങളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് നീ രഹസ്യമായി ചെയ്യുന്നത് അതെന്നെ പാപം. എല്ലാവരും ഇന്ന് ജില്ല വിട്ട് നാട് വിട്ടാ കഴിക്കുന്നത് അല്ലേ? എറണാകുളം ജില്ലയിൽ വന്ന് അഭ്യാസങ്ങൾ കാണിക്കുന്ന റീൽസ് എടുക്കുന്ന ആളുകള് തിരുവനന്തപുരത്ത് നിന്ന് വന്നവരായിരിക്കും. എറണാകുളത്തുള്ളവര് കോഴിക്കോട് പോയിട്ടായിരിക്കും കാണിക്കുക. നാട്ടുകാർ കാണാനില്ല, വീട്ടുകാർ കാണാനില്ല, മഹല്ലാര് കാണാനില്ല. അവിടെ വാപ്പാന്റെ അടുക്കൽ പരാതി തരില്ല. വീട്ടില് കല്യാണം കഴിച്ച ആരെങ്കിലും വന്നാല്, നാട്ടിൽ വന്നാല് എന്നെ കുറിച്ച് ഒരു മോശം പറയാനുണ്ടാവില്ല. നാട് വിട്ട് സ്റ്റേറ്റ് വിട്ടുള്ള കളികളാണ്. പ്രവാചകൻ പറയുന്നത് നിന്റെ മനസ്സിൽ അസ്വസ്ഥമാക്കുന്നത്, മറ്റൊരാൾ അറിയാൻ നീ ഇഷ്ടപ്പെടാത്തത്, അതാണ് പാപമെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയെങ്കിലും നമ്മൾ മാറ്റണ്ടാക്കണം.
ജീവിതത്തിൽ അബദ്ധങ്ങൾ പലതും സംഭവിക്കും. പക്ഷേ വീണ്ടും 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 അബദ്ധങ്ങൾ സംഭവിക്കാന്ന് പറഞ്ഞാലോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുൽദമുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മർറതൈനി, വല്ലാത്തൊരു പ്രയോഗമാണ് പ്രവാചകന്റെ. ഒരു വിശ്വാസിക്ക് കടിയേൽക്കുകയില്ല ഒരു മാളത്തിൽ നിന്ന് 2 വട്ടം. സുബ്ഹാനല്ലാഹ്, എന്താ ഈ പറഞ്ഞതിന്റെ പൊരുൾ? ഒരു മാളത്തിൽ നിന്ന് 2 വട്ടം കടിയേൽക്കുകയില്ല. ഒരിക്കൽ പറ്റിയ അബദ്ധം പിന്നെ അവന് വീണ്ടും സംഭവിക്കുകയില്ല. ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത. അബദ്ധങ്ങൾ, തെറ്റുകൾ, അനാവശ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക പാടില്ല. ഒരിക്കൽ പറ്റിയ അബദ്ധത്തിൽ നിന്ന് പാഠം പഠിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാ, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫൗലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നത്, പശ്ചാത്താപം സ്വീകരിക്കുന്നത് തന്റെ ജഹാലത്ത് കൊണ്ട്, വിവരക്കേട് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അബദ്ധത്തിൽ സംഭവിച്ചു പോയി. പിന്നെ അവൻ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. ഉടൻ തന്നെ തൗബ ചെയ്യുന്നു, അല്ലാഹുവിലേക്ക് മടങ്ങുന്നു, അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നു, ജീവിതം ശുദ്ധീകരിക്കുന്നു. അവന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു. എന്നാൽ എത്ര കേട്ടാലും മാറാത്ത മനുഷ്യന്മാരുണ്ട്. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആതി, തിന്മകളിൽ മുഴുകി ഇങ്ങനെ ജീവിക്കുക. ഏതുവരെ? ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്, മരണം തന്നിലേക്ക് എത്തുന്നത് വരെ. എത്ര കേട്ടിട്ടും മാറ്റില്ല. മരണം തന്നെ പിടികൂടുന്നത് വരെ സകല തോന്നിയാസത്തിലും അവൻ ഇങ്ങനെ മുഴുകി ജീവിക്കുകയാണ്. അങ്ങനെ മലക്കുൽ മൗത്ത് വരുമ്പോൾ കാലാവൻ പറയും, ഇന്നി തുബ്തു ലാൻ, ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു, പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നവന്റെ മേൽ തൗബയില്ല. ആ സമയത്തുള്ള അവന്റെ മടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്ന് അനാവശ്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് മാറി നടക്കാൻ നമുക്ക് സാധിക്കണം. വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, ലഗ്വിനരികിലൂടെ നടന്നു പോയാൽ മാന്യന്മാരായ നിലയിൽ നടന്നു പോകുന്നവരാണ് ഇബാദുർ റഹ്മാൻ. ഈ സവിശേഷത, ഈ സൽഗുണം ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയണം. എല്ലാ കാര്യത്തിലും എന്നപോലെ ഈ കാര്യത്തിൽ നമുക്ക് മാതൃക നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകൻ ഖുർആൻ നൽകിയ സർട്ടിഫിക്കറ്റ് നബിയെ, തീർച്ചയായും താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അവിടുന്ന് പറഞ്ഞു, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ ഭാര്യമാർ പറഞ്ഞു, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷ, നീചമായ മ്ലേച്ഛമായ ഒരു വാക്കോ പ്രവൃത്തിയോ ഒന്നും തന്നെ പ്രവാചകനിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഭാര്യമാര് പോലും ആ പ്രവാചകനെ പറ്റി പറയുമ്പോൾ, തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകണം. എല്ലാ തോന്യാസങ്ങളും അവസാനിപ്പിച്ച് ജീവിതം ശുദ്ധീകരിച്ച് നല്ല മനുഷ്യരായി ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ ഈമാനോടുകൂടി മരിച്ചു പോകാൻ നമുക്ക് കഴിയണ്ടേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പ്രാർത്ഥിച്ചത്, അള്ളാഹുവിന്റെ ആഖിബത്ത് നന്നാക്കണേന്നാണ്. ഈമാനികമായ മരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയുള്ള ഒരു മരണം, അള്ളാഹിനെ കുറിച്ചുള്ള സദ്വിചാരത്തോടു കൂടിയല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുത് എന്ന നല്ല മനസ്സിന്റെ ഉടമയായി മരിച്ചു പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ജീവിതം നമ്മൾ ശുദ്ധീകരിക്കണം. അതിനു വേണ്ടിയാണ് സൂറത്തുൽ ഫുർഖാൻ 25-ാം അധ്യായത്തിന്റെ 63 മുതലുള്ള ഓരോ ആയത്തുകളും ഓരോ ഖുതുബകളിലായി നാം ചർച്ച ചെയ്തത്. ഈ സവിശേഷത എന്നിലുണ്ടോ? ഈ പറഞ്ഞ 8-9ഓളം കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. ഒരെണ്ണമെങ്കിലും എന്നിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഉണ്ടായിട്ടുണ്ടോ, എന്റെ ജീവിതത്തിൽ ഇത് കേൾക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കാനും ജീവിതം ശുദ്ധീകരിക്കാനും നമുക്ക് കഴിയണം. അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികൾ എന്ന പേരിൽ ഒരു അധ്യായം, വിശുദ്ധ ഖുർആനിന്റെ 23-ാമത്തെ അധ്യായമാണ്. അതിലെ ഫസ്റ്റ് ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉറപ്പിച്ചു പറയാൻ പ്രഖ്യാപിക്കണം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ വിജയിച്ചു, അവർ വിജയിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവർ വിജയിക്കാനുണ്ടായ കാരണങ്ങൾ ഓരോന്നായി ഖുർആൻ അവിടെ എണ്ണി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂഉള്ളവരാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ആ മുഅ്മിനീങ്ങൾ വിജയിക്കാനുണ്ടായ ഒരു കാരണം ലഗ്വിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായി. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ അനാവശ്യമായ എല്ലാതരം ലഘുവിനെ തൊട്ടും അവർ തിരിഞ്ഞു കളഞ്ഞവരായിരുന്നു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു. അവർ ദുനിയാവിൽ എല്ലാതരം ലഘുവിൽ നിന്നും അവർ തിരിഞ്ഞു കളഞ്ഞപ്പോൾ അവർ വിജയിച്ചു. അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഒരുക്കി വെച്ചു. ആ സ്വർഗ്ഗത്തിൽ ഖുർആൻ പറയാം, ലഘുവ് എന്ന പദം ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ആ സ്വർഗ്ഗത്തെ കുറിച്ച് വിശ്വാസികൾക്കുള്ള ആ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയണം ലാ ലഹുൻ ഫീഹാ വലാ തഅ്സീം. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുകയാണ് ലാ യസ്മഊന ഫീഹാ ലഹുവ വലാ കിദ്ദാബ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുകയാണ് ലാ യസ്മഊന ഫീഹാ ലഹുവൻ ഇല്ലാ സലാമ വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുകയാണ് ലാ യസ്മഊന ഫീഹാ ലഹുവ വലാ തഅ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. ഇവിടെയൊക്കെ സ്വർഗ്ഗത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ സ്വർഗ്ഗത്തിൽ വിശ്വാസികളായ ആളുകൾ ലാ ലഹുൻ ഫീഹാ വലാ തഅ്സീം, ഒരു ലഹുവും സ്വർഗ്ഗത്തിൽ വെച്ച് അവർക്ക് കേൾക്കേണ്ടി വരില്ല. ഒരു അനാവശ്യമായ ഒരു വാക്ക്, ഒരു പാപം ഒന്നും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരില്ല. കാരണം എന്താ? ദുനിയാവിൽ എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും അവർ തിരിഞ്ഞു കളഞ്ഞവരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗം ലാ യസ്മഊന ഫീഹാ ലഹുവൻ വലാ കിദ്ദാബ, ഒരു ലഹുവും അവർക്ക് കേൾക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ കിദ്ദാബ, ഒരു വ്യാജ വാർത്തയും അവർക്ക് അവിടെ കേൾക്കേണ്ടി വരികയില്ല. ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ, റബ്ബിങ്കൽ നിന്നുള്ള പ്രതിഫലം, പിന്നെയോ കണക്കൊത്ത സമ്മാനം, മതിയായ സമ്മാനം, ഗിഫ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കാൻ. വീണ്ടും ഖുർആൻ പറഞ്ഞത് ലാ യസ്മഊന ഫീഹാ ലഹുവ, ഒരു ലഹുവും അവർക്ക് കേൾക്കേണ്ടി വരികയില്ല ഇല്ലാ സലാമ, സലാമല്ലാതെ. വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ, അവർക്ക് അവിടെ സ്വർഗ്ഗത്തിൽ രാവിലെയും വൈകുന്നേരവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ലാ യസ്മഊന ഫീഹാ ലഹുവൻ വലാ തഅ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. ഇതൊക്കെ ആർക്കാണെന്നറിയോ? ദുനിയാവിൽ ലഘുവിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ ആളുകൾ. ഒരു ലഘുവും അവരെ സ്പർശിക്കില്ല. സലാം സലാം സലാം, ശാന്തി ശാന്തി, സമാധാനം സമാധാനം, ഈ അഭിവാദ്യം സ്വർഗ്ഗത്തിൽ നിന്ന് ഇങ്ങനെ ഏറ്റുവാങ്ങുന്നവരായിരിക്കും വിശ്വാസികൾ. എന്നാൽ അതിന്റെ അപ്പുറത്തൊരു നരകം. ഖുർആൻ പറയാ ആ നരകത്തിൽ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ വേർതിരിക്കപ്പെട്ടു കഴിയുമ്പോൾ സ്വർഗ്ഗവാസികൾ വരും. എന്നിട്ട് ഈ നരകത്തിൽ കിടക്കുന്ന ആളുകളെ പറ്റി ഒരു അന്വേഷണം, അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. മാ സലക്കകും ഫീ സഖർ, നിങ്ങളെ ഈ സഖറിൽ അഥവാ നരകത്തിൽ പ്രവേശിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? നരകത്തിൽ കിടന്ന നരകവാസികൾ വിളിച്ചു പറയുകയാണ് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ
തോന്നിയാസത്തിൽ മുഴുകിയവരോടൊപ്പം ആ തോന്നിയാസത്തിൽ ഞങ്ങൾ മുഴുകിക്കൊണ്ടിരുന്നു. എല്ലാ അനാവശ്യങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ സാന്നിധ്യം വഹിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെ എത്തിയത്? നരകത്തിലെത്തിയതെന്ന് നരകത്തിൽ കിടന്ന് നരകവാസികൾ വിളിച്ചു പറയുന്ന ദയനീയമായൊരു അവസ്ഥ, ആ ഗതികേട്, ആ ദുരന്തം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാതിരിക്കാൻ ജീവിതം ശുദ്ധീകരിച്ചേ പറ്റൂ. സകല അനാവശ്യ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് മാറ്റിവെക്കാൻ, ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.